എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഡയമണ്ട് സിറ്റി ആയ സൂററ്റിലാണ്. ഇന്ന് നമ്മുടെ രാജസ്ഥാൻ ഹിമാചൽ യാത്രയുടെ എത്രാമത്തെ ദിവസമാണ്? 51ാം ദിവസം. അതെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 51 ദിവസമായി. അതിൽ 26 ദിവസം വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും പൊന്നും കൂടെ തന്നെയായിട്ട് ഇപ്പം എത്ര ദിവസമായി? 25 ദിവസം. 25 ദിവസം. കുറേ ദിവസമായി. ഒരു മാസം അടുത്ത് 6ആയി. അതെ. അപ്പം നമ്മൾ ഗുജറാത്തിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഗുജറാത്തിൽ കയറിയിട്ട് 5ാം ദിവസമാണ് ഗുജറാത്തിൽ. അതെ, സൂററ്റിലാണ് നമ്മൾ മെയിൻലി നിന്നത്. അതെ. അപ്പം ഇന്ന് നമുക്ക് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകേണ്ട ദിവസമായി സൂററ്റിൽ നിന്ന്. അതെ, ഇന്ന് പോയില്ലെങ്കിൽ പൊന്നും ഇനി കോളേജിൽ ചെന്നിട്ട് കാര്യമില്ല. സത്യം, എന്നെ ഒരിറക്കി വിടുക. അതുകൊണ്ട് നമ്മൾ തൽക്കാലം സൂററ്റൊക്കെ ഇനിയിപ്പം എക്സ്പ്ലോർ ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അതെ. അപ്പോൾ നമ്മൾ സൂററ്റിൽ രാജേഷ് അങ്കിളിൻ്റെയും ശ്രീജ ചേച്ചിയുടെയും വീട്ടിലാണ് നിന്നത്. അപ്പോൾ രാവിലെ ശ്രീജാൻ്റെ വർക്കിനൊക്കെ പോവാം. അതാണ്. അപ്പോൾ 2-3 ദിവസം ഒന്നിച്ചായിരുന്നു. 3 ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. അതെ അതെ. ഇനിയിപ്പോൾ സൂററ്റിൽ പിന്നെ വരുമ്പോൾ ഇനിയും വരണം. ഇനി എന്തായാലും വരും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെയാ. ശരി, സമയം സൂക്ഷിച്ചൊക്കെ പോവും. ബൈ ബൈ ബൈ. നമ്മൾ പോകുമ്പോഴത്തേക്ക് ആൻറ്റി എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും അങ്കിള് മേളിലുണ്ട്. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ആൻറ്റി എന്തായാലും ഇപ്പോൾ വർക്കിന് പോകുമല്ലോ. പിന്നെ ഇനി കാണുന്നില്ല. അതെ, ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ. ഒരാൾ വണ്ടിക്ക് അകത്ത് കയറി നിന്നവരെയാണ് അടിക്കുന്നത്. അയ്യോ, ഇത് വലിയ പാടാട്ടോ, ഒതുക്കി വെക്കണമല്ല. അപ്പം ഫുൾ അടുക്കി സെറ്റാക്കി. അതെ, ബാക്കിൽ ബാഗുകളെല്ലാം വെച്ച് നിറച്ചു. ബാഗുകളും പിന്നെ പാത്രവും അതെ എല്ലാം കൂടെ ബാക്കിൽ നിറച്ചു. ഫ്രണ്ടിൽ കാലിയാക്കി ഞാൻ അവിടെ ഇരിക്കാം സുഖമായിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് പിന്നെ പോയേക്കുവാ. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം പോവാ. രണ്ടും നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗൈഡാണ്. അതെ, ടൂർ ഗൈഡ്. ആൻറ്റിയ മെയിൻ ഗൈഡ്. അങ്കിള് ഞങ്ങൾ ഇവിടെ അടുത്തുകൊണ്ട് പിക്ക് ചെയ്യുന്ന അങ്കിള് ഡ്രൈവറായിരുന്നു. എല്ലായിടത്തും കൊണ്ട് ഇറക്കുക, തിരിച്ചു കൂട്ടിക്കൊണ്ട് വരിക, ഓരോരോ സ്പോട്ട് പറയാം. അതെ. അപ്പോൾ ശരി, എന്നാൽ ഇനി പിന്നെ വരുമ്പം കാണാം. നമ്മളിപ്പം സൂററ്റ് ടൗണൊക്കെ വിട്ടിങ്ങ് പോന്നു. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. പഴയ വീടുകളല്ലേ? കുറച്ച് പഴയ വീടുകളാണ്. സൂററ്റ് അത്യാവശ്യം നല്ലൊരു ടൗണായിരുന്നു. അമ്മച്ചിമാരൊക്കെ രാവിലെ പച്ചക്കറിയൊക്കെ വെക്കാനായിട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ദൂരെ അവിടുന്ന് വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ പച്ചക്കറിയൊക്കെ ആയിട്ട് രാവിലെ വരും വിൽക്കാൻ. ഗോതമ്പാന്ന് തോന്നുന്നല്ലേ? ഞാൻ നെല്ലാന്നാ കരുതിയതേ. അല്ല, ഗോതമ്പാ അത്. ഇവിടെ ടയറുകടയും പുറകിലോട്ട് 2 ഫാക്ടറി ആണെങ്കിൽ ക്രഷർ യൂണിറ്റാന്ന് തോന്നുന്നല്ലേ? ആന്ന് തോന്നുന്നു. ടിപ്പറൊക്കെ കിടപ്പുണ്ട് ഇഷ്ടമുണ്ട്. ആ സൈഡിലൊക്കെ സൂററ്റിൻ്റെ ടൗണിൻ്റെ ബാങ്കുകളാണ്. വെള്ളം കൊണ്ടുവന്ന പൈപ്പാന്ന് തോന്നുന്നല്ലേ? ആന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ നേരെ മുംബൈ ലക്ഷ്യമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡീസൽ ഫുൾ ചെയ്യല്ലേ? ഫുൾ ചെയ്തോ? ഫുൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡീസലിന് 90 രൂപ, 46 ലിറ്റർ ഫുള്ളായി. പോട്ടെ. അപ്പം സൂററ്റ് എയർപോർട്ട് ലെഫ്റ്റ്, നമുക്കും ലെഫ്റ്റാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്ന് കയറിയിരിക്കുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് NH 53 കൂടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് NH 48 കയറണം. ഇവിടെയൊക്കെ ക്രഷർ യൂണിറ്റ് ഉണ്ട്. ഈ ട്രിപ്പിലേ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇപ്പം നമ്മൾ തന്നെയായിട്ട് എന്തായാലും 2000 കിലോമീറ്റർ കൂടുതലായി. 2100 കിലോമീറ്റർ അടുക്കാറായി നമ്മൾ തന്നെയായിട്ട് ഓടിയത്. അപ്പം അതിൽ 1600 കിലോമീറ്റർ നമ്മൾ ഓടിയത് രാജസ്ഥാനിൽ കൂടെ. ഗ്രാമമാണോ അത്? ചെറിയ ഗ്രാമമാണ്. ഗ്രാമമല്ല, ആക്ച്വലി ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നതാ ഈ പണിയൊക്കെ ചെയ്യാൻ വരുന്നത്. ഇത് സൂററ്റിൻ്റെ ഔട്ടർ ഏരിയ, ഗ്രാമ ഏരിയ അല്ല. ഔട്ടർ എന്ന് പറഞ്ഞാലും അത്ര ഔട്ടർ ആയിട്ടില്ല. സിറ്റിയിൽ നമ്മളൊരു 8-10 കിലോമീറ്റർ ഇങ്ങനെ വന്നോളൂ. അപ്പോൾ ഇത് താപ്പി നദിയാണ്. താപ്പി ഇന്ത്യയിൽ ബോട്ടുകൾ നടക്കുന്നതുണ്ടോ? അത് മൊത്തം മീൻ പിടിക്കുന്ന ബോട്ടുകളാണ്. നദിയിൽ കുറേ ബോട്ടുകളുണ്ട്, അല്ലാണ്ട് കരയ്ക്കും ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ ലെഫ്റ്റ് എടുത്താൽ സൂററ്റ് ടൗണിലേക്ക്, റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ സൂററ്റ് എയർപോർട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. ഇതേ ബസ് കിടക്കുന്നുണ്ടോ? ഗുജറാത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വണ്ടിയാണ്. അത് ടൗണിലേക്കുള്ള വഴിയാക്കണ്ട, അത് ബസ്സിൻ്റെ ലൈനാണ്. അടുക്കത്തെ
ഇനിയിപ്പം ഫുള്ള് ചൂടാ, അന്തരീക്ഷം ചൂടായി. അതെ, നിങ്ങൾക്ക് ഇവിടെ ചൂടുണ്ടാ മതി. ഞാൻ നാട്ടിൽ ചെന്നിട്ട് ചെന്നൈ ചെന്നും ചൂടുള്ളണേ. ആ, അയ്യോ ആലോചിക്കാൻ വയ്യ. നമ്മുടെ അവിടെ ഇപ്പൊ ചൂട് കുറവൊന്നും നല്ല ചൂടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, രാജസ്ഥാനിൽ ഇപ്പൊ തണുപ്പിന്റെ സമയമായതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു ഈവനിങ്ങില്. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചൂടായി. ഇനിയിപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ചൂട് കൂടും. സൂററ്റിൽ നിന്ന് മുംബൈക്ക് പോകുന്ന റൂട്ടിലാണ് ദമൻ ഉള്ളത്. ചാച്ച ദമനിൽ പോയിട്ടുണ്ടോ? യൂണിയൻ ടെറിട്ടറി? ഇല്ലില്ല, ദമനിൽ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് സാൻഡ് ഉള്ള ബീച്ചുണ്ട്. ആ, മറ്റേ കറുത്ത മണലുള്ള പിന്നെ ദേവക ബീച്ചോ അങ്ങനെ എന്തോ തോന്നുന്നു. ദേവ്ക ബീച്ച് അത് തന്നെ. അതുവഴി വേണേ നമുക്ക് പോയാലോ? അപ്പം ഉൻ ലെഫ്റ്റ്, ഉൻ സ്ഥലപ്പേരുകളല്ലേ ഉൻ. അതെ, UN ഉൻ. അവിടെ ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റ് കൂട്ടിയടിക്കിട്ടേക്കും. എനിക്ക് തോന്നുന്നത് റീസൈക്ലിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഡംപിങ് യാർഡായിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് അടുക്കി വേസ്റ്റ് ഇങ്ങനെ ഓരോരോ വേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ കണ്ട പോലെ മലയായിട്ട് കിടക്കുമല്ല. ഇത് വേസ്റ്റ് ഉണ്ടോയെന്ന് വേണ്ടിയാന്ന് തോന്നുന്നു. അത് കവർ നിട്ടിട്ടില്ല, അതിന് തുണിയൊക്കെ തെറിച്ച് വെളിയിലോട്ട് വീഴുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ക്രാപ്പും അങ്ങനത്തെ ഏരിയ, വേസ്റ്റും ഇതെല്ലാം തലതിരിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു. ടോളിന്റെ ബ്ലോക്ക് അല്ലേ? ആ, നല്ല തിരക്കാ ഇവിടെ. മുംബൈയിലോട്ടൊക്കെ തിരക്കാ, ഇവിടുന്നേ തുടങ്ങി. അതെന്തായാലും തിരക്കായിരിക്കും. അതെ, വല്ല സ്ഥലം ഉള്ളിടത്തും ടോൾ വെച്ചാൽ പോരെ. എന്തിനല്ലേ ഇങ്ങനെ തിരക്കിലൊക്കെ കൊണ്ടുവന്ന് ടോൾ വെച്ചേക്കുന്നത്? സത്യം. എല്ലാ ലൈനിലും നിറച്ച് വണ്ടിയാ. 7 ലൈനുണ്ട്. 7 ലൈനും ഓപ്പണും കേട്ടോ. നമുക്കിവിടെ 140 രൂപയാണ് ടോൾ ചാർജ്. അഹമ്മദാബാദ് ലെഫ്റ്റ്, മുംബൈ റൈറ്റ്. സ്ഥലപ്പേര് കേട്ടോ, പൾസാന. നല്ല പേരല്ലേ? ആ മോളിൽ കൂടെ പോകുന്നത് NH-48. നമുക്കപ്പം ഇനി അങ്ങോട്ടാണ് ചെന്ന് കയറണ്ടേ. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ടാണ് കയറുന്നത്. ഈ ലോറികളെല്ലാം അങ്ങോട്ടാണല്ലോ. മെയിൻ ഹൈവേ അല്ലേ? അത് കണ്ടോ, ഒരു മസ്ജിദ്. അത് പണിയുന്നതേ ഉള്ളു അല്ലേ? ആ, മസ്ജിദാന്ന് തോന്നുന്നു. അതെ, മസ്ജിദാ. ഇതൊക്കെ ഓരോരുത്തർ താമസിക്കുന്ന സ്ഥലമാണ്. ആ, അതൊരു കോളനി പോലെ, കുറെ വീടുകൾ അതുപോലെ ഒന്നിച്ചുള്ള ഏരിയ. എനിക്കൊന്ന് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യാൻ വരുന്നവരാന്ന് തോന്നുന്നു. അല്ലാണ്ട് താമസിക്കുന്നവരുണ്ട്. അപ്പുറത്തോടൊക്കെ ഫ്ലാറ്റും ഉണ്ട്. അങ്ങനെ നമ്മൾ NH-48 കയറിയിരിക്കുന്നു. അതെ, രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. മുംബൈ 271 കിലോമീറ്റർ. 6 ലൈൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ സുഖമുണ്ടല്ലോ ഓടിക്കാൻ. സുഖമുണ്ട്, പക്ഷെ അത്യാവശ്യം ഹൈവേയിൽ വണ്ടിയുണ്ട്. ഉണ്ട്. അതൊക്കെ എക്സ്പ്രസ് വേ. ഓ സത്യം, എന്തൊരു സുഖം ഓടിക്കാൻ. അതെ, അതാണ് വഴി. നമ്മളിപ്പോൾ ഈ ചെല്ലുന്ന ഹൈവേന്നൊരു 10-90 കിലോമീറ്റർ കൂടെ കഴിയുമ്പം കുറച്ചൊരു 10 കിലോമീറ്റർ ഇറങ്ങിപ്പോയാൽ മതി ദമനിലേക്ക്. നമുക്ക് ദമനിൽ പോയിട്ട് പോകാം. ഇങ്ങോട്ടിപ്പോ വന്നിട്ട് വെയിലിന് ഭയങ്കര ചൂടാന്നല്ലേ? ഇത്രയും ദിവസം അവിടെ തണുപ്പായിട്ട് തോന്നുക. സൂറത്ത് കൊണ്ട് നമ്മൾ അധികം വെയിൽ കൊണ്ടില്ലല്ലോ. ഇല്ല, എപ്പോഴും വൈകുന്നേരമായിരുന്നു കൂടുതൽ ഇറങ്ങിക്കൊണ്ടത്. വൈകുന്നേരം ഇവിടെയൊക്കെ ചെറിയ തണുപ്പുണ്ട്. ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് ദമനിൽ ചെന്നിട്ട് കഴിക്കാം അല്ലേ ദേവു? ദമനിൽ നിന്ന് കഴിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വൈകുന്നേരം പോവാം. നമ്മളെ ഇനിയിപ്പോ ഈ ഹൈവേ ഇറങ്ങിയിട്ട് വേണം പോവാൻ. ദമനിൽ പോകണ്ടേ? പോണം. ഇവിടുന്ന് ഇറങ്ങി വേണം നമുക്ക് പോവാൻ. ഹൈവേന്നൊരു 10-15 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം ദമനിലേക്ക്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു വന്നിരുന്ന ഹൈവേയുടെ. അതുവഴി പോയി അണ്ടർ പാസിലൂടെ തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലെത്തി. ദമൻ ലെഫ്റ്റ്. പൊടി അടിച്ചിട്ട് ദമനൊന്നും വായിക്കാൻ വയ്യ. അത് പഴയ പോടാ. ഇവിടെ കാണാൻ കേരളം പോലെ ഇല്ലേ? മാവും തെങ്ങും. എത്ര നാളായി കടൽ കണ്ടിട്ട്? കുറേ നാളായി. ഇനിയിപ്പോൾ ഇന്ന് കാണാമല്ലോ, ആവശ്യത്തിനേറെ കണ്ടോ. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോഴും കാണാം. ഇങ്ങോട്ടൊക്കെ ഒരു മംഗലാപുരം വൈബ്സ് ഇല്ലേ? ഉണ്ട്. ഇത് ഇവിടെ ചെറിയ പോലീസ് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ്. അങ്ങോട്ട് പോകുന്ന വണ്ടിക്കില്ല, ഇങ്ങോട്ട് പോകുന്ന വണ്ടിക്കുണ്ട്. അതെ, ഈ പാലത്തിന്റെ അക്കരെ ദമനാണ്. യൂണിയൻ ടെറിട്ടറിയാ ദമൻ. ഒരു കേന്ദ്രഭരണ പ്രദേശം. ഗേറ്റ് പണി വന്നല്ലേ? അതെ. ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു പോലീസ്. 8 കിലോമീറ്റർ. ദേവ്ക ബീച്ച് 9 കിലോമീറ്റർ. വാപ്പി 140. വെൽക്കം ടു UP. യു പി അല്ല, യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദമൻ. UP.
ഇവിടെയൊക്കെ എന്തൊക്കെയോ ഡെവലപ്മെന്റ്സ് വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞോണം വഴിപണി ഞാൻ കഴിഞ്ഞോണം അപ്പൊ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതെല്ലാം ഫ്ലാറ്റുകളാ. ഈ റൗണ്ട് അബൌട്ടിന് ലെഫ്റ്റ് പോയാൽ ജംബോർ ബീച്ച്, നേരെ പോയി കഴിഞ്ഞാൽ ദേവ്ക ബീച്ച് പോലെ നേരെ. അപ്പം നമ്മളെ ബീച്ച് എടുക്കാറായെന്ന് തോന്നുന്നു. ഇങ്ങോട്ടുണ്ടോ നല്ല ബിൽഡിങ്സ് ഒക്കെ നല്ല കളർഫുൾ ആക്കിയിരിക്കുന്നുണ്ട്. നീലയും മഞ്ഞയും ചുമപ്പും നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ ലൈറ്റും തൂങ്ങി കിടക്കുന്നുണ്ടോ റോഡിന്റെ നടുക്കൂടെ. രാത്രി നല്ല ശരിക്കും ലൈറ്റ് ഒക്കെ ഇട്ട്. ദമൻ പോലീസ് സ്റ്റേഷൻ്റെ ആ മഞ്ഞ ബിൽഡിങ് ഈ ലെഫ്റ്റ് സൈഡിലെ അതാണ് ദമൻ പോലീസ് സ്റ്റേഷൻ. കടല് കാണാൻ തുടങ്ങി. നേരെ കാണുന്ന കടലാ. കടല് കാണത്തില്ല, ആകാശം വലാൻ കരുതും. അതെ, ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഇറങ്ങാം. അതെ, ഇത്തിരി വെയിൽ കുറഞ്ഞിട്ട് ഇറങ്ങാം. എവിടെയെങ്കിലും ആദ്യം പോയി ഫുഡ് കഴിക്കാം. വൈകുന്നേരം നല്ല രസമാണ്, വെയിലൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ വന്നപ്പം വൈകുന്നേരം വന്നത്. അത് കുറച്ചേറെ വൈകുന്നേരമായിരുന്നു. 5 മണി 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. സൺസെറ്റും കിട്ടിയില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിട്ടോ അവിടെ സൈഡിലൊക്കെ വരുന്ന രസമാണ്. ബീച്ചിന്റെ സൈഡ് നല്ല രസമില്ലേ, ഇഷ്ടംപോലെ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം. റോഡും കണ്ടോ നല്ല ക്ലീനാ. ഇവിടെ റോഡൊക്കെ തൂക്കുവര്. ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്, പാർക്കിങ്ങിനുള്ള ഏരിയ ഉണ്ട്. ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു പോലീസ്. ദാദ്ര ആൻഡ് നഗർ ഹവേലിയുടെ വണ്ടി രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. DN നിൽക്കുന്നു. DN അതിന്റെ DD ദമന്റെ ദമൻ ആൻഡ് ദിയു ഉണ്ട്. അവിടെ ചെടികളൊക്കെ നടുവേ നല്ല ഇതായിട്ടുണ്ടല്ലേ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നയാ ഭാരത്. ഞാൻ കഴിഞ്ഞോണം വന്നത് ജംബോർ ബീച്ചിലാണ്. അതെനിക്ക് കണ്ടപ്പോൾ ഒരു വ്യത്യാസം തോന്നി. ഇതൊരു വിമാനം. നമ്മളിപ്പം ദേവ്ക ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. വണ്ടിയൊക്കെ നമ്മളവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോവുകയാണ്. നട്ടുച്ചയ്ക്ക് 3 മണിയായി. നല്ല വെയിലുണ്ട്. ഇവിടുത്തെ മണലുണ്ടോ? അപ്പം ഇതാണ് ദേവ്ക ബീച്ച്. വെള്ളം ഇങ്ങ് ദൂരെ കേട്ടോ, അടുത്തൊന്നുമല്ല. കുതിര സവാരിയൊക്കെ ഉണ്ട് ഈ വെയിലത്തല്ലേ. പോണി റൈഡ്. ഞാനില്ല. നമുക്ക് ചുമ്മാ അവിടെ വരെ പോയിട്ട് വരാം. ആ കല്ലിലൊക്കെ പോയി ഇരിക്കാം. അവിടെ ആൾക്കാരൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. നമുക്ക് പോയിരിക്കാം. ചൂടെന്താ കൂടുതലെന്നറിയോ? കടൽ സൈഡ് വന്നോണ്ടാ. അതാ നമുക്ക് രാവിലെ തൊട്ട് ചൂട് തോന്നിക്കുന്നത്. നമ്മളിപ്പം സൂറത്തൊക്കെ ആണെങ്കിലും കടലെടുത്തല്ലേ. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. കണ്ണുറക്ക വെയിൽ, അതുപോലത്തെ വെയിൽ. അതും കന്നഡ ഇഷ്ടം കല്ല ഇവിടുന്ന് വെയിൽ വരുന്നത്. കറക്റ്റ് ഫീൽ ചെയ്ത്. നമുക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ് ഉള്ളിടത്ത് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതേ നല്ല കറുത്ത മണൽ. ഈ പാറയുടെ ഇടയ്ക്ക് ഇതൊക്കെ മൊത്തം ചെളിയാണ്. ഇവിടെ വെള്ളം കയറി ഒഴുകുന്നതാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ കല്ലിലൊക്കെ മറ്റൊരു ഷെല്ലുള്ള ജീവിയില്ലേ, കക്ക പോലത്തെ ഇതിരിക്കുന്ന കക്കയാണെന്ന് തോന്നുന്നല്ലേ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഞാനൊരു തോടിപ്പോൾ പൊളിച്ച് താഴ്ത്തിട്ട് നോക്കി. കക്കയുടെ തോട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അതാ കറക്റ്റ് ഷേപ്പിന് കിട്ടി. അല്ലെങ്കിൽ ഇവിടെ വന്ന പൊട്ടിയതും മുറിഞ്ഞതൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ഇത് നല്ല ഫുള്ളായിട്ടുള്ള എണ്ണം കിട്ടി. ഇനി നമ്മൾ ജംബോറെ ബീച്ചിലേക്ക് പോകാം. ഈ പാലമാണ് ഈ സൈഡും ആ സൈഡും തമ്മിലുള്ള കോമൺ ലിങ്ക് എന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പം ഈ തേക്കായി ബീച്ചിൻ്റെ തന്നെ ഒരു സൈഡാണ് ഈ ജംബോറെ ബീച്ചും. ദമൻ ഗംഗാ റിവറിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോകുന്നത്. ചെന്നിപ്പോൾ നേരെ കടലിലോട്ട് ചേരും. ഇവിടെ നല്ല രസമുണ്ട്. 2 സൈഡും ഇഷ്ടംപോലെ ചെടികളൊക്കെ. മഴക്കാലത്ത് വരണം, വേറൊരു ഭംഗിയാണ്. ഇവിടുത്തെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു അല്ലേ. മിലിറ്ററിയുടെ ഒരു ടാങ്ക് ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. അപ്പം നമുക്ക് കോട്ടമതിൽ വഴി കയറിപ്പോകാം. ഇങ്ങോട്ട് വേറൊരു ഇതല്ലേ. വേറെ ഏതോ സ്ഥലത്ത് ചെന്ന പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് കയറിയപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോ വെച്ച് വൈബ്സ് ഉണ്ട്. ഇതൊരു പള്ളിയാന്ന് തോന്നിയില്ല അച്ഛല്ല. ഫോട്ടോ വെച്ച് തന്നെ അല്ലേ, എറണാകുളത്ത് എന്ന പോലെ തന്നെ ഉണ്ട്. നമ്മൾ അടുത്ത കോട്ടമതിലൂടെ ഇറങ്ങുകയാണ്. ഇവിടെ മീൻ പിടിക്കുന്ന വള്ളമൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ബോട്ടുകളും
ബോട്ടാ കേട്ടോ കൂടുതലും, വെള്ളമല്ല. ആ ഓക്കെ, ഇപ്പൊ എനിക്ക് കിട്ടി. ഞങ്ങള് ആ സൈഡിൽ കൂടെ വന്നത്, നമ്മൾ പോന്നില്ലേ അങ്ങോട്ട്, ആ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇതിന്റെ അവിടുന്ന് വരുമ്പോൾ ബാക്ക് സൈഡായിട്ട് ഇത് വരുന്നത്. കുറച്ച് സ്ഥലം ഇങ്ങനെ ഓടി ഓടി വരുമ്പോഴേ ഓർമ്മ വരുള്ളൂ. ആ സൈഡ് നിറച്ച് ബോട്ടുകളാണ്, ഇഷ്ടം പോലെ മീൻകാരും ഇതുണ്ട്. ഇവിടെ കണ്ടോ അവർ ടോയ്ലറ്റിൻ്റെ വെച്ചേക്കുന്ന ഇവിടെ നിന്നുണ്ടോ, ഗാർഡൻ്റെ ആ സൈഡിൽ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന ഗാർഡനാണ്. ഇത് കടലല്ല കേട്ടോ, കടൽ അങ്ങ് കാണുന്ന, ഇത് ഗംഗാധമൻ റിവറായത്. ലൈറ്റ് ഹൗസ് സ്ഥലം കിട്ടി. ഇവിടാണ് ഞങ്ങൾ കഴിഞ്ഞോണം വന്നത്, ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, എടുത്തോണ്ട് പോകും, 1000 രൂപ ഫൈൻ. ഞങ്ങൾ ആ സൈഡിൽ നന്നേ, അതാ. ഇത് ലൈറ്റ് ഹൗസ് പാർക്കിംഗ് ആണ്, കാറിന് 30 രൂപ 1 മണിക്കൂറത്തേക്ക്. ഈ സൈഡ് ഫുള്ള് റിസോർട്ടുകളാണ്. അപ്പുറത്തോട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള റിസോർട്ടുകൾ ഇങ്ങോട്ടുണ്ട്. ഈ ദമനിലെ ഫേമസ് ബീച്ച് ജംബോറെ ബീച്ചാണ്. ഇവിടെ മഹാദേവൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. ഈ വഴി സൈഡിലെല്ലാം ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിൽ ഇറങ്ങണം. ഈവനിങ് ആണ് ഇവിടെ വരേണ്ട ടൈം. ഞങ്ങൾ അന്ന് വന്ന കാറ്റ് ടൈമായിരുന്നു. ലൈക്ക് സൺസെറ്റ് ഒന്നും കിട്ടിയില്ല, പക്ഷേ ആ ടൈമിൽ നല്ല റഷും ആയിരുന്നു, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ്. നമുക്ക് വൈകുന്നേരം പോവാം ഇവിടുന്ന്. വൈകുന്നേരം പോയാൽ മതി. ഞങ്ങൾ അന്നതേ ഈ സൈഡിൽ കൂടെ വന്നേ. ഇപ്പോൾ ഒരു പാപ്ലെറ്റ് ഫ്രൈയും ഒരു പാപ്ലെറ്റ് കറിയും ഒരു പ്രോൺസിൻ്റെ കാര്യം പറഞ്ഞു. സമയം ഇപ്പം 4:15 ആവാറായി, വിശക്കുന്നു. അപ്പം നമ്മുടെ പാപ്ലെറ്റ് വറക്കാൻ പോവാം. ഇത് ഏതാണ്ട് ഗ്രീൻ മസാലയും പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. എനിക്കൊന്ന് മുളക് അരച്ചാന്ന് തോന്നുന്നു ഗ്രീൻ മസാല ആയിട്ട് ഇട്ടേക്കുന്നത്. ഈ പൊടികളൊക്കെ ഇടും, മുളക് പൊടി. മീൻ നല്ല ഫ്രഷ് മീനാണ്. നമ്മളിപ്പോൾ വന്നില്ലേ അപ്പുറത്ത് ബോട്ടൊക്കെ കിടക്കുന്നത്, അവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടുന്ന് പിടിക്കുന്ന. മസാലയൊക്കെ പുരട്ടി എണ്ണയ്ക്കകത്തോട്ടിട്ടു. നമ്മുടെ അവിടെ വീട്ടിലൂണ് വരില്ലേ, അതുപോലത്തെ കടകളായത്. ഇത്രേ ഉള്ളൂ. ഇവിടെ സീറ്റിങ്ങും ഇവിടെ ഒരു കിച്ചണും, പിന്നെ പുറകില്ല, വീട് പുറകിൽ തന്നെ ഇവരുടെ. അപ്പോൾ പുറകിൽ കൂടെ ഈ വഴി കൂടെ ഇങ്ങനെ പോയി നടന്നെടുത്തോണ്ട് വരും ബാക്കി സാധനങ്ങളൊക്കെ. എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കി തരുന്ന അല്ലേ. അടുത്ത ഐറ്റമാണ് പ്രോൺസ് മസാലയ്ക്കുള്ള പ്രോൺസ് റെഡി ആവുന്നുണ്ട്. മീനൊക്കെ തിരിച്ചിട്ടു. ഇതിൻ്റെ അകത്ത് ആദ്യം ഗ്രീൻ മസാലയാണ്. സെയിം കൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. രണ്ടും ഫ്രൈ അല്ലേ? 2 മസാല ഉണ്ട്, ഗ്രീൻ മസാലയും റെഡ് മസാലയും. അതെ, ഗ്രീൻ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ, മുളക് അരച്ചത്. റെഡ് മസാല എനിക്കൊന്ന് മറ്റേ ചുമന്ന മുളകില്ലേ, അതായിരിക്കും. പൊന്നു ചോദിച്ച് മനസ്സിലാക്കി. അതെ, ഒക്കെ കറക്റ്റാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ കയറുന്നുണ്ട്, നമുക്കറിയാം. പ്രോൺസ് നമ്മൾ ഫ്രൈ ആ പറഞ്ഞല്ലേ, മസാല ഫ്രൈ. മസാല ഫ്രൈ, സ്പെഷ്യൽ മസാല ഫ്രൈ. वो ऑयल में डालते हैं या बटर में डालते हैं? ऑयल. അത് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങാണ്, പുതിയ പണി നടക്കുന്നേ ഉള്ളൂ. അത് ചിലപ്പം റെസ്റ്റോറൻറ്റോ അങ്ങനെയുള്ള കടകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട്, കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ചൂടായിരിക്കും, ഇത് അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ ചേച്ചി. ഇപ്പം നല്ലതാണോ? ഞാൻ കുറച്ചൊക്കെ ചൂടൊന്നും എടുക്കുന്നില്ലേ. ചോറ് വന്നു, ഒരു ചോറ് 2 പേർക്കുള്ള ഉണ്ടാവും, ഒരെണ്ണേ പറഞ്ഞുള്ളൂ. അതെ, മീൻ വറുത്തതും എത്തി. ഇത് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, എല്ലാം ഉണ്ടാക്കി അപ്പം തന്നെ കൊണ്ടുവരിക. കുഞ്ഞ് പീസാന്ന് വിചാരിച്ച് മീൻകറി വെറുതെ. മീൻകറി ഭയങ്കര വലുതാ. നമുക്ക് മീൻകറി തീർന്നില്ലേ പാഴ്സലറാണ്. എന്നിട്ട് വൈകുന്നേരം വല്ല റൊട്ടിയും മേടിച്ചിട്ട് ആ കൂടെ കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വണ്ടി ഇരുന്ന് റെസ്റ്റ് ചെയ്തു, സൂര്യൻ നിന്ന് താഴാൻ വേണ്ടി. പിന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പോകും. സമയം ഇപ്പം 6 മണിയായി, പക്ഷെ ഇങ്ങോട്ട് നമുക്ക് വെള്ളമൊന്നും ഇല്ല. ഈ കടൽ അങ്ങ് അകലെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ വന്നപ്പോൾ അതെ ഈ ആദ്യം കാണുന്നിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ വരെ വെള്ളം വരുന്നതെന്ന് തോന്നുന്നു, പക്ഷെ ഒരു ഐഡിയ ഇല്ല. ഇറങ്ങി വെക്കാം. ഇവിടെ വഴി ഇറങ്ങാൻ പറ്റത്തില്ല, പണി നടക്കുന്നേ ഉള്ളൂ. നമുക്ക് വണ്ടി എടുത്തിട്ടേ അപ്പുറത്തെ സൈഡിലോട്ടോ. അപ്പുറത്തെ സൈഡിൽ പോകാം. വേറെ നാട്ടിലേക്ക് ഇപ്പോൾ സൂര്യൻ മറയും. തെങ്ങും തോപ്പ് നല്ല. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കുഞ്ഞി പന നിൽപ്പുണ്ട് അവിടെ ഇടയ്ക്കായിട്ട്. ഇവിടെ പനന്തൊങ്ങുണ്ട്, ഉണ്ട്. ആ സാധനം ഉണ്ട്. നമുക്ക് തെറ്റിപ്പോയതല്ല, കറക്റ്റായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പുള്ളി അവിടെ നിന്ന് വെക്കുന്നുണ്ടല്ല, അതുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച അതല്ലായിരിക്കും എന്നാ പന കണ്ടപ്പോൾ, പക്ഷെ അത് തന്നെയാണ്. ഇവിടെ നല്ല ആളും തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ കടലിൽ ഇറങ്ങാൻ പറ്റില്ല, കണ്ടോ, ഡു നോട്ട് എൻ്റർ സീ, ഡേഞ്ചർ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഏരിയയിലോട്ട് പോന്നു. ഇവിടെ നല്ല പൈൻ മരങ്ങളൊക്കെ ഉണ്ട്.
പിള്ളേരൊക്കെ ഇതേ ഇവിടെ ക്രിക്കറ്റ് കളിക്കുക. കടലങ്ങ് അകലെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ ചെറിയ ഗ്രേ കളറുള്ള മണ്ണല്ലേ. നമ്മൾ അപ്പുറത്ത് ഇറങ്ങിയടുത്ത് കുറച്ചുകൂടെ ഡാർക്കായിരുന്നെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് കറുത്ത മണ്ണിലുണ്ടെന്നാ വന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോൾ നല്ല കറുപ്പുള്ള മണ്ണിലായിരുന്നു. അന്ന് നിങ്ങൾ വന്നപ്പോൾ അല്ലേ, അമ്മയച്ഛൻ ഇങ്ങോട്ട് വന്നപ്പം. ചന്ദ്രനതേ ഇപ്പോഴേ ഉദിച്ചു. സൂര്യനാണെങ്കിൽ പയ്യെ പയ്യെ അസ്തമിച്ച് വരുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ബ്ലാക്ക് കളറാണ് വെള്ള ഡിസൈൻ അല്ലേ. ഇത് മറ്റേ നമ്മൾ ആ മരുഭൂമി പോണ വൈബില്ലേ. എനിക്കൊന്നും എന്താ വെള്ളം വന്നിങ്ങനെ പോകുമ്പോൾ ഒരു പാടില്ലേ. സൂര്യൻ മറഞ്ഞു പോയി, ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ ഷെല്ല് വെക്കുന്നത് നോക്കാൻ പോയതാ. സൂര്യൻ മറഞ്ഞു പോയി. സൂര്യൻ താന്നില്ല, പക്ഷേ മറഞ്ഞു. ഒരാൾ കാര്യമായിട്ടിരുന്ന് ഷെല്ല് കറിക്കൊണ്ടിരിക്കുക. 2 നില കിട്ടിയില്ലോ. ഓരോ കളറിൻ്റെ പൊട്ടാത്ത കിട്ടിയല്ലേ. ഒന്നും പൊട്ടാത്ത. ഇതൊക്കെ നല്ല കറുത്ത മണല. നമ്മൾ അവിടെ നിന്ന് കുറേ നടന്നിങ്ങ് വന്നു. ഇവിടെ കണ്ടോ ചതുപ്പ് പോലെ ഇരിക്കുന്ന അല്ലേ, ചള്ളയല്ലേ. ചള്ളയാ. ഇങ്ങനെ അനങ്ങും നമ്മൾ അമ്മക്ക് ചവിട്ടുമ്പോൾ, ബലത്തോടെ ചവിട്ടുമ്പോഴേ. അങ്ങോട്ടൊക്കെ അതെ മൊത്തം ചതുപ്പ് പോലെയാണ്. ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് സാൻഡ് തന്നെയാണ്. നമുക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങി പോരുമ്പോൾ ആ ഒരു വെള്ള ഷെയ്ഡിൻ്റെ കളറ് കുറവെന്ന് തോന്നുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ചെളിയാണ്. ഇവിടെ കുറേ കുഞ്ഞ് ഷെല്ലുകളുണ്ട്. കുറേ ആയി കയ്യിൽ. ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ പൊട്ടാതെ നല്ല കുഞ്ഞിതാ. ഇരുട്ടാറായപ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയി. ഇപ്പം നല്ല രസമാണ് ചുമ്മാ ഇവിടെ വന്നിരിക്കാനൊക്കെ. അപ്പം നമുക്ക് തിരിച്ചു പോവാം. രാത്രി ആയപ്പോൾ അതേ ഫോർട്ടിൻ്റെ മതിലോടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടു. ചുറ്റിനും വാട്ടർ ഫൗണ്ടെയിൻസ് ഉണ്ട്. താങ്ക് യു, കൈൻഡ്ലി വിസിറ്റ് അഗെയിൻ. നാഷണൽ ഹൈവേ നമ്പർ 48 നേരെ. അപ്പം ദമനൊക്കെ കഴിഞ്ഞു. അതെ, ഇനി നമുക്ക് നേരെ പോയി NH-48 കയറാം. അതെ. ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസ്. നമ്മൾ ഗുജറാത്തിൽ കയറിയിരിക്കുന്നു. വാപ്പി ടൗൺ പോലീസ്. വാപ്പി എത്താറായോ നമ്മളതിന്? എനിക്കറിയത്തില്ല, ബോർഡൊന്നും കണ്ടില്ല. പക്ഷെ അടുത്ത് കണ്ടില്ല. നമ്മളിപ്പോൾ ഇത് മേളിൽ കൂടെ ഹൈവേ പോകുന്നത്. ഹൈവേ ചെന്ന് കയറണം. മേ ബി നമ്മൾ വാപ്പി പോലീസിൻ്റെ ഇതിൽ സർക്കിളിനകത്തയക്കണം. നമ്മളിപ്പോൾ വന്നതേ ഹൈവേയുടെ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അല്ല, പിന്നെ എന്താ റെയിൽവേയുടെ ബ്രിഡ്ജ്. അവിടെ പോലീസുകാർ നിർത്തി ഊതിക്കുന്നുണ്ട്. നമ്മൾ ഹൈവേ എത്തിയിരിക്കുന്നു. നമുക്ക് തിരിച്ചാ പോകേണ്ടത്. പിന്നെ ഇവിടുന്ന് ചെന്ന് അപ്പുറത്തുനിന്ന് യൂട്ടേൺ എടുത്ത് പോകണം. ഹൈവേയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബോംബെ ആണ്. അപ്പോൾ മുംബൈയിൽ 2 പാക്കേജ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാക്കേജ് എടുക്കണം. പാക്കേജ് എടുത്തിട്ട് വേണം നാട്ടിലോട്ട് പോകാൻ. സിൽവാസ 16 കിലോമീറ്റർ. ഈ ദമൻ ദ്വീപിൻ്റെ ക്യാപിറ്റലാണ് സിൽവാസ. ചെക്ക് പോസ്റ്റ് എടുക്കാറായി നമ്മള്. ഗുജറാത്ത് സ്റ്റേറ്റ് RTO ചെക്ക് പോസ്റ്റ് 500 മീറ്റർ ഹെഡ്. അപ്പോൾ ഗുജറാത്ത് ഓടിത്തീരാറായി. അതെ, ഇപ്പം മഹാരാഷ്ട്രയിലോട്ട് കയറും. ഗുജറാത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ് ഒക്കെ പണ്ടേ നിർത്തിയാണല്ലോ. വഴിയിൽ നല്ല തിരക്കാണ്. ഇത് പോലീസ് ചെക്ക് പോസ്റ്റാണ്. ബാർ. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയിരിക്കുന്നു. ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ബോർഡർ കഴിഞ്ഞപ്പോഴേ മഹാരാഷ്ട്രയിൽ വലിയ ബോർഡിൽ ബാർന്നിരിക്കാം. മറ്റേ ലിക്വർ ഷോപ്പുണ്ട്. ദമനൊക്കെ കിട്ടും യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്. പക്ഷെ ഗുജറാത്ത് മൊത്തത്തിൽ ഡ്രൈ സ്റ്റേറ്റ് അല്ലേ. ഒന്നും കിട്ടില്ല അവിടെ. ഒരു ബോർഡ് പോലും ഇല്ല. നല്ല തിരക്കുണ്ട് വഴിയിൽ. ബോംബെ വരെ ഇനിയിപ്പം അത്യാവശ്യം തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുണ്ടാവും. 3 സൈഡിലും ലോറി. ഹൈവേയിൽ രാത്രിയായ പിന്നെ ലോറി കൂടുതലും. മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ഹെഡ് 1500 മീറ്റർ. ഇതേ ലോറികളെല്ലാം ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് വഴി കയറി വരും. നമുക്ക് നേരെ പോവാം. എന്ത് ലോറി നോക്കിയേ. അതെ, നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ബാരിക്കേഡേ ഉള്ളൂ. എന്തേലും കഴിക്കാൻ വേണോ? കഴിക്കാൻ നമുക്ക് ബോംബെ ചെല്ലട്ടെ. പാഴ്സലൊക്കെ എടുത്തിട്ട് കഴിക്കാം. മുംബൈയിലോട്ട് ഇനി ഒരു 100 കിലോമീറ്റർ മിച്ചമുണ്ട്. ഭയങ്കര ബ്ലോക്കാ. എന്താ കാര്യമൊന്നും അറിയില്ല. നല്ല തിരക്കാ വഴിയിൽ. ബ്ലോക്കായി നിൽക്കുക മൊത്തത്തിൽ.
ടോള് ഉണ്ട്, അതിൻ്റെ ബ്ലോക്കാണ്, വേറൊന്നുമല്ല. 500 മീറ്റർ അപ്പുറത്ത് ടോൾ പ്ലാസ ഉണ്ട്, അതിൻ്റെ ബ്ലോക്കായത് മൊത്തം. അരമണിക്കൂർ മിച്ചമായി ഇവിടെ ബ്ലോക്കായിട്ട്. ഈ ടോളിൻ്റെ ആയിരുന്നു ഈ തിരക്ക് മൊത്തം. എല്ലാ ലൈനും ഓപ്പണാണ്, പക്ഷെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന എക്സ്പ്രസ് ഹൈവേ ഇല്ലേ, അതേ ഈ മേളിൽ കൂടെ പോകുന്നത്. അതിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങും. നമ്മൾ ടൗണിലേക്ക് അടുക്കാറായി. സമയം ഇപ്പോൾ 10:30 എന്നിട്ടും തിരക്ക് കുറഞ്ഞില്ലല്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു അങ്ങ് രാത്രി ആകുമ്പോഴത്തേക്ക് തിരക്ക് കുറവായിരിക്കും. ഒരു കുറവില്ല. നമ്മൾ നേരെ മുംബൈ റോഡിൽ കയറി ആ ലെഫ്റ്റ് അതുവഴി പോയി കഴിഞ്ഞാൽ പൂനെ ഇവിടുന്ന് 165 കിലോമീറ്റർ, മുംബൈ 52 കിലോമീറ്റർ. മഹാരാഷ്ട്ര കയറിയിട്ട് വഴിയും വലിയ ഇതില്ല, ബാത്റൂമും ഒന്നും കൊള്ളില്ല. അതേസമയം ഗുജറാത്തിലെ ബാത്റൂം നല്ല ക്ലീനായിരുന്നു. അതെ, എത്ര വഴിയാ, മൊത്തം വഴിപണി. അതാ തിരിച്ച് വിട്ടേക്കുക. ടൗണിലോട്ടൊരു 10-20 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി. ഫ്ലാറ്റുകളുണ്ടല്ലേ? ആ പോകുന്ന മെട്രോ. ടൗണിൽ നമുക്ക് കയറേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ പാക്കേജ് എടുക്കാനുള്ളതുകൊണ്ട് മാത്രം കയറുന്നതാണ്. അതെ, ഈ വഴി കയറിയപ്പം ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട്, ബിൽഡിങ്സൊക്കെ. അന്തേരി നേരെ നമ്മൾ പാക്കേജ് എടുക്കാൻ പോകുന്നത് അന്തേരിയിൽ നിന്നാണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ലെഫ്റ്റ്, മറൈൻ ഡ്രൈവ് 33 കിലോമീറ്റർ നേരെ. നമ്മുടെ ആദ്യത്തെ മുംബൈ ട്രിപ്പ് ഓർക്കുന്നുണ്ടോ? അയ്യോ, എങ്ങനെ മറക്കും. അതെ, ഞങ്ങൾ ആദ്യമായിട്ട് ബോംബെക്ക് വരുന്നത് ഞാൻ ഇവിടെ 5-6 പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അന്ന് അച്ഛ കല്യാണം കഴിഞ്ഞ് 11 വർഷങ്ങൾക്ക് ശേഷം, അതെ, അമ്മേനെ ബോംബെ കാണിക്കുന്നതാണ്. അത് തന്നെ, കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ബോംബെക്ക് ഉണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ 11 വർഷങ്ങൾക്ക് ശേഷം ബോംബെക്ക് കൊണ്ടുവന്നതാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് 12 കിലോമീറ്റർ. നമ്മളുണ്ടല്ലോ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറുന്ന എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ടോ? അതും ബോംബെക്ക് വന്ന. അതെ, ഫസ്റ്റ് ലോക്കൽ ട്രെയിൻ കയറുന്ന ഓർക്കുന്നുണ്ടോ? അത് ശരിയാട്ടോ, അതും ബോംബെക്ക് വന്നിട്ടാണ്. ഫസ്റ്റ് കേരളത്തിന് വെളിയിൽ വരുന്നത് ബോംബെക്കാന്ന് തോന്നുന്നല്ലേ? അത് തമിഴ്നാടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ലോറിക്ക് വരുന്നത്, ലോറിയിൽ വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പായിട്ട് വരുന്നതും ബോംബെക്കാണ്. എല്ലാം ബോംബെക്കാണ് ഞങ്ങൾ ആദ്യം വന്നതും ട്രെയിൻ കയറിയതും ഫ്ലൈറ്റ് കയറിയതും ഒക്കെ. അല്ല, ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ട്രെയിൻ അങ്ങനെ കയറിയിട്ടുണ്ട് ഒരു തവണയുണ്ട്. പക്ഷെ ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കറക്റ്റ് ഒരു ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ്. അതെ, ആ തിരക്കിന്റെ ആ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മള് ഇവിടെ വന്നിട്ട് ആദ്യം വന്നപ്പോ ചേരിയൊക്കെ കാണാൻ വേണ്ടി പോയർക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോ പോയ കുറച്ച് സ്ഥലങ്ങളാ. ഒന്ന് നമ്മൾ എലിഫന്റ് കേവ്സ് പോയി, ഇന്ത്യ ഗേറ്റ് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഷാരൂഖ് ഖാന്റെ വീട്ടിൽ കാണാൻ പോയി. അതെ, വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നു. അതെ, പിന്നെ അവിടെ ഫ്രണ്ടിൽ ഒരു ബീച്ച് ഉണ്ടല്ലോ, അതല്ലേ? അത് തന്നെ, മറൈൻ ഡ്രൈവ് പുറത്ത്, അത് വേറെ. അങ്ങനെ അതൊക്കെയാണ് ആദ്യത്തെ ബോംബെ ട്രിപ്പ്. അതെ, ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അന്ന് പോയതേ ഉള്ളൂ, പിന്നെ പോയിട്ടില്ല സത്യം. പക്ഷെ നല്ല ഓർമ്മ അതൊക്കെ, കാരണം അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലോങ് ട്രിപ്പ് വന്ന ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് വടാപ്പാവ് വെച്ചത്. ഞാൻ വിചാരിച്ചത് പാവിൻ്റെ അകത്ത് മറ്റേ മുട്ട ബജി എന്നുള്ള ഒരു മൈൻഡിലാണ് അത് ഓർഡർ ചെയ്തത്. പക്ഷെ വടാപ്പാവ് എനിക്ക് അന്നോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല വടപ്പാവ് നല്ലതായിരുന്നു. ആ ഫ്ലാറ്റ് ഒക്കെ കണ്ടോ? ഇത് ഓർക്കുന്നുണ്ടോ? അന്ന് പോയിട്ട് ഇവരെ ഷാരൂഖ് ഖാന്റെ വീട്, സൽമാൻ ഖാന്റെ വീടൊക്കെ വെളിയിൽ വേണ്ടിട്ട് ഇവരിതിന്റെ മേളിൽ ഫ്ലാറ്റ് പോലെ വീട് പണിത്. അന്ന് പിള്ളേരായിരുന്നു കേട്ടോ. പിന്നുണ്ടായിരുന്നു മെയിൻ ആയിട്ടുമാണ് താജ് ഹോട്ടൽ. അതെ, മറൈൻ ഡ്രൈവിൽ പോയിട്ട് ചുമ്മാ താജ് ഹോട്ടൽ കണ്ടിരിക്കുക, അവിടുത്തെ ഫോട്ടോ എടുക്കുക. നമ്മുടെ ഫോട്ടോയൊക്കെയോ അന്ന് കണ്ട ബോംബെക്കും ഇന്ന് കണ്ട ബോംബെക്കും വ്യത്യാസമില്ലാത്ത എന്താണെന്നറിയോ? ട്രാഫിക്. അതിപ്പോ കൂടിയിട്ടുണ്ടാവും. അതെ, കുറയണില്ല, കൂടുതലേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ സമയം എത്രയായി? ഇപ്പൊ സമയം 11:30. അതുകൊണ്ടായപ്പോ ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. നമ്മളെ അങ്ങോട്ട് പോകുന്ന സൈഡിലെ തിരക്കില്ലാത്തുള്ളൂ, അപ്പുറത്തെ സൈഡിൽ നല്ല വലിയ ബ്ലോക്കാ. ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞങ്ങാണ്ട് പോവാം. മുംബൈ IIMലേക്കൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ്. ഈ ബ്ലാക്കും മഞ്ഞയും കൂടെ ഉള്ള ടാക്സി കൊള്ളാല്ലേ? പണ്ടും ഉണ്ടല്ലേ? ഉണ്ട്, നല്ല രസമല്ലേ?
നല്ല രസാ. ഓട്ടോ സ്റ്റാൻഡൊക്കെ കണ്ടോ? നമ്മൾ അന്തേരി എത്തി. ആ നേരെ ഈ വഴി മുംബൈയിലോട്ട് പോകും. നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകാം അന്തേരിന്ന്. അങ്ങനെ നോക്കിയിരുന്ന സമയം 1:30 1:30 ആയപ്പോൾ പാക്കേജ് എത്തിയിട്ടുണ്ട്. വാ, ഇതാണ് ആ 2 പാക്കേജുകൾ. ഞങ്ങള് നേരത്തെ വന്നാലും നിങ്ങൾ താമസിച്ചായി. നിങ്ങളല്ലേ താമസിച്ചത്, ഞങ്ങൾ കറക്റ്റ് ആയിരുന്നു. ഞങ്ങളൊരു ആവശ്യത്തിന് വന്നതല്ലേ, അതൊക്കെ കഴിഞ്ഞ് വരണ്ടേ. അതെ, അപ്പം 2 പാക്കേജും കിട്ടി. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു. കാരണം നാട്ടിലോട്ട് പോകാൻ ഓൾറെഡി ഒരു വണ്ടി വരുന്നോണ്ട് ആ കൂടെ കയറി പോകുന്ന ഈ 2 പാക്കേജ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കയറി കിടന്ന് പതുക്കെ ഉറങ്ങാം. നിങ്ങൾ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചേച്ചി അനിയത്തിയും അങ്ങ് ഓടിച്ചോളുക. ഇന്നിപ്പോ ഞാൻ നേരെ ഓടിക്കാൻ. അനിയത്തിനെ വേണേ ഇരുത്തിക്കോ, ചേച്ചി പോവാ. എവിടെ പോവാ? ചേച്ചി ഉറങ്ങാൻ പോവാ. ചേച്ചി ഓടിക്കുന്നില്ല പിന്നെ? ചേച്ചി കുറച്ച് കഴിയുമ്പോ 1:30 ഐ ആം വെരി വെരി സ്ലീപ്പി. ഞാൻ ഇന്ന് അവിടുന്ന് വണ്ടി എടുത്തു, പിന്നെ ദമനിൽ വന്നു. ദമനിലൊരു 1-2 മണിക്കൂർ അവിടെ പോയി, പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു. ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ക്ലച്ച് താങ്ങിയാണ് ഇവിടെ എത്തിയത്. പിന്നെ സച്ചു ഓടിച്ചോളുമായിരിക്കും അല്ലേ? ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കാം. വേണമെങ്കിൽ ടൗൺ ഞാൻ പാസ്സാക്കി തരാം, ബുദ്ധിമുട്ടാവോ? അത് മാത്രം കുഴപ്പമില്ല. നമുക്ക് പോയേക്കല്ലേ? പോവാം. എന്നാ പിന്നെ ഞാൻ എടുത്തോളാം. എന്നാ എടുത്തോ. ഉറക്കം വന്നാ സച്ചു ഓടിച്ചു. ആരാ കോ ഡ്രൈവർ? അപ്പം കോ ഡ്രൈവർ അങ്ങനൊന്നുമല്ല. അല്ല, അങ്ങനെയാണ് എന്റെ സാമ്രാജ്യത്തിന്റെ താക്കോലും കടമാനതേ. മെയിൻ ഡ്രൈവറുടെ സാധനം ഞാൻ ഏറ്റെടുത്തോളാം. കോ ഡ്രൈവർ സച്ചു ഏറ്റെടുത്ത്. അപ്പൊ നിങ്ങൾ പുറകെ ഇരുന്ന് ഉറങ്ങിക്കും. അപ്പൊ വീട്ടിലേക്കുള്ള ബാക്കി കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് നാളെ വീണ്ടും കാണാം.